BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ ഇന്റർനാഷണൽ ടെക്നോളജി എക്സിബിഷന് തുടക്കമായി. മീറ്റ് IST കോൺഫറൻസിന്റെയും ബഹ്റൈൻ ഇന്റർനാഷണൽ ടെക്നോളജി എക്സിബിഷന്റെയും 12ാം പതിപ്പിനാണ് ഗൾഫ് കൺവെൻഷൻ സെന്ററിൽ തുടക്കമായത്. ഡിസംബർ 3 മുതൽ 5 വരെയാണ് കോൺഫറൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പരിവർത്തനശേഷിയും നവീകരണവുമാണ് ഈ വർഷത്തെ കോൺഫറൻസിന്റെ വിഷയം. IST കമ്പനികൾ, വ്യവസായ വിദഗ്ധർ, പ്രൊഫഷണലുകൾ എന്നിവർ എക്സിബിഷനിൽ പങ്കെടുക്കും. ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ പഞ്ചാബി ദിനം ആഘോഷിച്ചു. പഞ്ചാബി ഭാഷാ വകുപ്പ് സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടികളോടെയാണ് ഇന്ത്യൻ സ്കൂൾ പഞ്ചാബി ദിവസ് 2024 ആഘോഷിച്ചത്. ജഷൻമാൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ VR പളനിസ്വാമി ചടങ്ങിന് ദീപം തെളിയിച്ചു. സീനിയർ സ്കൂൾ ആൻഡ് അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ G സതീഷ്, മിഡിൽ വിഭാഗം വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ്, സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ്, വകുപ്പ് മേധാവികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. വകുപ്പ് മേധാവി ബാബു ഖാൻ, പഞ്ചാബി ഭാഷാധ്യാപിക സിമർജിത് കൗർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടിയുടെ ഏകോപനം. ഹർഷ്ദീപ് സിംഗ് സ്വാഗത പ്രസംഗം നിർവഹിച്ചു. കിരൺപ്രീത് കൗർ പഞ്ചാബി ഭാഷയ്ക്ക് ആമുഖം അവതരിപ്പിച്ചു. സ്കൂൾ പ്രാർത്ഥനയ്ക്ക് ശേഷം ദേശീയ ഗാനത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. റഹാൻ ഷബാസ് ഷെയ്ഖ് വിശുദ്ധ ഖുറാനും അമൃത് കൗർ ഗുരുഗ്രന്ഥ് സാഹിബ് പാരായണം ചെയ്തു. രമൺ കുമാർ, നവജോത് സിംഗ്, ഇക്ര സിംഗ്, അഭിജോത് സിംഗ്, ജഗ്ജോത് സിംഗ്, മനീന്ദർ സിംഗ് എന്നിവർ പ്രാർത്ഥന നടത്തി. അമൃത് കൗറാണ് മത്സരങ്ങളിലെ വിജയികളെ പ്രഖ്യാപിച്ചത്. ബഹ്റൈനിൽ നിന്ന് കൊച്ചിയിലേക്ക് നേരിട്ടുള്ള വിമാനങ്ങളുടെ ലഭ്യത കുറവ് വിഷയത്തിൽ ഇടപെടൽ അഭ്യർത്ഥിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ സ്ഥാനപതി ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബിന് IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റി നിവേദനം നൽകി. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചിയിലേക്ക് ബഹ്റൈനിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസ് ദിവസവും ഇല്ലെന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. വിഷയത്തിൽ അനുഭാവപൂർവ്വമായ ഇടപെടൽ ഉണ്ടാവുമെന്നും ഇന്ത്യൻ സ്ഥാനപതി അറിയിച്ചു. പ്രവാസി വിഷയത്തിൽ അനുഭാവപൂർവ്വമായ നടപടികൾ സ്വീകരിക്കുന്ന ഇന്ത്യൻ എംബസിക്കും സ്ഥാനപതിക്കും IYCC ബഹ്റൈൻ നന്ദി അറിയിച്ചു. ദേശീയ വൈസ് പ്രസിഡന്റ് ഷംഷാദ് കാക്കൂർ, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, മെമ്പർഷിപ്പ് കൺവീനർ സ്റ്റെഫി സാബു, ഏരിയ സെക്രട്ടറി ഷാഫി വയനാട് എന്നിവർ പങ്കെടുത്തു. 4ാമത് ഹജ്ജ് സമ്മേളനവും പ്രദർശനമേളയും ജനുവരി 13 മുതൽ 16 വരെ ജിദ്ദയിലെ സൂപ്പർ ഡോമിൽ നടക്കും. ഗസ്റ്റഡ് ഓഫ് ഗോഡ് സർവീസ് പ്രോഗ്രാമിന്റെ സഹകരണത്തോടെ ഹജ്ജ് ഉംറ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളിലെ ഹജ്ജുമായി ബന്ധപ്പെട്ട ചുമതല വഹിക്കുന്ന മന്ത്രിമാർ, അംബാസഡർമാർ, പൊതു സ്വകാര്യ NGO മേഖലകളിൽ നിന്നുള്ള 250 ഹജ്ജ് സർവീസ് സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. അനുഭവങ്ങളും അറിവുകളും കൈമാറ്റം ചെയ്യുന്നതിനും ഈ സുപ്രധാന മേഖലയിലെ സേവനദാതാക്കൾക്കിടയിൽ മത്സരക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനുമുള്ള തന്ത്രപരവും സമഗ്രവുമായ വേദിയാണ് ഹജ്ജ് സമ്മേളനം. ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമായ പ്രോബ 3 ബഹിരാകാശ പേടക വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സ്റ്റേഷനിൽ വൈകുന്നേരം 4:04 വിക്ഷേപണം. കൊറോണഗ്രാഫ്, ഒക്യുൾട്ടർ എന്നിങ്ങനെ 2 കൃത്രിമ ഉപകരണങ്ങളുമായാണ് പ്രോബ കുതിച്ചത്. സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും ബാഹ്യഭാഗത്തുള്ള ചൂടേറിയതുമായ കൊറോണയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു പ്രോബ 3യിലെ 2 കൃത്രിമ ഉപകരണങ്ങളുടെ ലക്ഷ്യം. സൗപര്യവീക്ഷണത്തിനായാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ 2 പേടകങ്ങളെ ഒരേ സമയം ISRO വിക്ഷേപിച്ചത്. ISROയുടെ കൊമേഴ്സ്യൽ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സഹകരിച്ചാണ് പ്രോബ 3 ദൗത്യം നയിക്കുന്നത്. ലക്ഷദ്വീപിന്റെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് കുതിപ്പേകാൻ 8 ബൃഹത് പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷം ലക്ഷദ്വീപ് പ്രകൃതി സൗന്ദര്യം ആഗോളതലത്തിൽ തന്നെ ചർച്ചയാണ്. ഇതിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ മുൻതൂക്കം കൊടുക്കുന്നത്. മാലദ്വീപിന് സമാനമായ വികസനമാണ് ലക്ഷദ്വീപിൽ നടപ്പാക്കുക. കവരത്തി, അഗത്തി, മിനിക്കോയ് ദ്വീപുകളിലേക്ക് വലിയ കപ്പലുകൾ എടുക്കാനുള്ള സൗകര്യം, കൽപ്പേനി, കദ്മത്ത്, ആന്ത്രോത്ത് ദ്വീപുകളിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പാസഞ്ചർ ഫെസിലിറ്റേഷൻ സെന്റർ എന്നിവ പ്രധാന പദ്ധതികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ വികസനത്തിന് പ്രഥമ പരിഗണനയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ആഭ്യന്തര ഫണ്ടുകൾക്കൊപ്പം സഗർമാല പ്രൊജക്ടും കൂടി ഉൾപ്പെടുത്തിയാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയാണ് പദ്ധതികളുടെ പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റ്. ചെന്നൈയിലെ അസിസ്റ്റം ഇന്ത്യ ലിമിറ്റഡാണ് വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കേരളത്തിൽ പരമാവധി
പേർക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. സർക്കാർ 2.5 ലക്ഷം ആളുകൾക്കാണ് പ്രതിവർഷ സൗജന്യ ചികിത്സ നൽകിയതെങ്കിൽ 2024 6.5 ലക്ഷം പേർക്കാണ് സൗജന്യ ചികിത്സ നൽകിയത്. അനുഭവ സദസ്സ് 2.0 ദേശീയ ശില്പശാല ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തെയും മറ്റ് സംസ്ഥാനങ്ങളെയും യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് കൈവരിക്കുന്നതിലേക്ക് അടുപ്പിക്കാൻ ഇവിടുത്തെ ചർച്ചകൾ സഹായിക്കും. ഒരുമിച്ച് പ്രവർത്തിക്കുകയും പരസ്പരം പഠിക്കുകയും ചെയ്യുന്നതിലൂടെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായ സുസ്ഥിരവും കാര്യക്ഷമവുമായ ആരോഗ്യ ധനസഹായ മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ റോഡ് അപകടങ്ങളിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വർധനവെന്ന് വ്യക്തമാക്കി സംസ്ഥാന ക്രൈം റിപ്പോർട്ട്സ് ബ്യൂറോയുടെ കണക്കുകൾ. സംസ്ഥാനത്ത് 2023 ജൂണിനും 2024 മെയ് മാസത്തിനുമിടയിൽ റോഡ് അപകടങ്ങളുടെ എണ്ണത്തിൽ 6% വർധനവുണ്ടായെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഡിസംബർ ജനുവരി മാസങ്ങളിൽ റോഡ് അപകടങ്ങളിൽ ജീവൻ പൊലിയുന്നതിൻ്റെയും എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മാസങ്ങളാകുന്നുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് വൈകുന്നേരം 6-നും രാത്രി 9-നും ഇടയിലെന്ന വിവരമാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനായി സ്ഥാപിച്ച AI ക്യാമറകളും ആ നിലയിൽ ഫലം കണ്ടില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മതമൈത്രിയുടെ പ്രതീകമായ സന്നിധാനത്തെ വാവരുനടയിൽ ഭക്തജന തിരക്ക്. അയ്യപ്പനും വാവരുമായുള്ള ഉറ്റബന്ധത്തിന്റെ പ്രതീകമായ വാവരുനടയിലാണ് ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നത്. തിരുമുറ്റത്തെത്തുന്ന മിക്ക തീർത്ഥാടകരും വാവരുനടയിലെത്തി പ്രസാദം വാങ്ങിയാണ് മടങ്ങുന്നത്. 40 വർഷമായി പരികർമ്മിയായിരുന്ന വായ്പൂരിലെ നൌഷറുദ്ദീൻ മുസ്ലിയാരാണ് വാവരുനടയിലെ ഇത്തവണത്തെ മുഖ്യകർമ്മി. ഇതാദ്യമായാണ് വെട്ടിപ്ലാക്കൽ കുടുംബത്തിലെ 19ാം തലമുറക്കാരനായ നൌഷറുദ്ദീന്റെ മുഖ്യകർമ്മിയാകുന്നത്. കൽക്കണ്ടവും കുരുമുളകും ഏലക്കയുമാണ് ഇവിടുത്തെ പ്രസാദം. അനുകരണീയമായ ലോകമാതൃകയാണിത്. ലോകദർശനം ഇവിടെ എത്തുന്ന ഭക്തർ ഉൾക്കൊള്ളുന്നതിൽ സന്തോഷമുണ്ടെന്നും നൌഷുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞു. കള്ളുഷാപ്പിലെ വാക്ക് തർക്കത്തിനിടെ ഒരാളെ കുത്തിയ പ്രതിയെ പിടികൂടാനെത്തിയ ഒല്ലൂർ CI TP ഹർഷാദിനും പോലീസുകാരൻ വിനീതിനും കുത്തേറ്റു. സാരമായി പരിക്കേറ്റ CIയെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPO വിനീത് തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. വ്യാഴാഴ്ച വൈകിട്ട് 4-ഓടെയാണ് പടവരാടിലെ കള്ളുഷാപ്പിൽ പടവരാട് എലവള്ളി വീട്ടിൽ മാരി എന്ന അനന്തവും മറ്റൊരാളും തമ്മിൽ തർക്കമുണ്ടായത്. തുടർന്ന് അനന്തു അപരനെ ആക്രമിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ CIയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി. എന്നാൽ അനന്തു അഞ്ചേരി അയ്യപ്പൻകാവിന് സമീപത്തെ കോഴിഫാം പരിസരത്തേക്ക് ഓടി രക്ഷപ്പെട്ടതായി വിവരം ലഭിച്ചു. അവിടെ എത്തിയ പോലീസ് സംഘത്തെ കണ്ടതോടെയാണ് അനന്തു കത്തിയെടുത്ത് വീശിയത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.